ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗോൾഡൻ ജൂബിലി സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ നിൽക്കുന്നവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. ദെൻ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് കോളേജ്, ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് കോളേജ്, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് വൊക്കേഷണൽ കോഴ്സ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI, അതുപോലെ തന്നെ എന്താണ് ITCകളിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കും എന്താണ് ഈ ഒരു ITI ITC എന്ന് പറയുമ്പോൾ NCVT ട്രെയിനിങ്, NCVT അഫിലിയേറ്റഡ് ആയിട്ടുള്ള ITI ITSകളിൽ പഠിക്കുന്നവർക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താണ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ സ്കോളർഷിപ്പ് 2 ടൈപ്പാണ് വരുന്നത്. ജനറൽ സ്കോളർഷിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഗേൾസ്. ദെൻ എലിജിബിലിറ്റി പറയുന്നത് ഇപ്പോൾ നമുക്ക് 2 സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2നും ഡിഫറെൻറ്റ് എലിജിബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം വരുന്നത് ജനറൽ സ്കോളർഷിപ്പാണ്. അപ്പോൾ അത് +2 കഴിഞ്ഞവർക്കാണ്. അപ്പോൾ ഓൾ കാൻഡിഡേറ്റ് ഹു പാസ്ഡ് +2 എക്സാം വിത്ത് എന്താണ് റെഗുലർ വൊക്കേഷണൽ അല്ലെങ്കിൽ എന്താണ് +2 തത്തുല്യം പഠിച്ചവർക്ക്, ദെൻ ഡിപ്ലോമ വിത്ത് അറ്റ്ലീസ്റ്റ് 60% അപ്പോൾ 60% മാർക്കുള്ളവർക്ക് എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അക്കാദമിക് ഇയർ പറയുന്നത് 22-23, 23-24, 24-25 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ജനറൽ സ്കോളർഷിപ്പിൻ്റെ കേസാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനിയൊരു പാസ് ഔട്ടായിട്ട് മാത്രമല്ല എന്താണ് ഈ ഒരു 2025-26 ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുത്തവർ, അപ്പോൾ MBBS, BAMS, BHMS, BDS അതല്ലാന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗിലാകുമ്പോൾ BE, BTech, BArc, പിന്നെ ഗ്രാജുവേഷൻ ഏത് ഡിസിപ്ലിനായാലും കുഴപ്പമില്ല. ദെൻ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ്, ദെൻ ഡിപ്ലോമ ഇൻ എനി ഫീൽഡ് ഓർ ഇക്വലൻറ്റ് കോഴ്സ്, ദെൻ വൊക്കേഷണൽ കോഴ്സ്, അതുപോലെ തന്നെ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടോ ITIയിൽ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു ക്രൈറ്റീരിയ പറയുന്നത് പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 4,50,000 പെർ ആനം. അപ്പോൾ ഒരു ജനറൽ സ്കോളർഷിപ്പ് തന്നെ ഇനി 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഹു പാസ്ഡ് ക്ലാസ് 10 എക്സാം വിത്ത് അറ്റ്ലീസ്റ്റ് 60%. ഇവിടെ എന്താണ് 60% മാർക്ക് തന്നെ പറയുന്നത്. അക്കാദമിക് ഇയർ പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ 22-23, 23-24, 24-25 പിന്നെ അവരെന്ത് ചെയ്യണം, ഈ ഒരു 2025-26 അഡ്മിഷൻ എടുത്തവരായിരിക്കണം. അപ്പോൾ ഏതൊക്കെ കോഴ്സ് നോക്കാം. ഇൻ ഫീൽഡ് ഓഫ് വൊക്കേഷണൽ ഓർ ഡിപ്ലോമ കോഴ്സ് ത്രൂ ഗവൺമെൻറ് ഓർ റെക്കഗ്നൈസ്ഡ് കോളേജ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ കോഴ്സ് ITI. അപ്പോൾ ITI അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എടുത്തവർ 2025-26 അഡ്മിഷൻ എടുത്ത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 4,50,000 കവിയരുതെന്നാണ് പറയുന്നത്. ഇനി വരുന്നത് എന്താണ് സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഗേൾസ് ആണ് ഫോർ 2 ഇയേഴ്സ്. അപ്പോൾ എന്താണ് 2 വർഷത്തേക്കാണ് ഈ ഒരു സ്കോളർഷിപ്പ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ് ഹു പാസ്ഡ് ക്ലാസ് 10 എക്സാം. ഇവിടെ തന്നെ പെർസെൻറ്റേജ് 60% പറയുന്നത്. പാസ് ഔട്ട് ഇയർ പറയുന്നത് 2022-23, 23-24, 24-25 ആണ്. അതുപോലെ തന്നെ എന്തായിരിക്കണം ഇവർ 10ാം ക്ലാസ്സിന് ശേഷം ഫസ്റ്റ് ഇയർ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ 10+2 പാറ്റേൺ, അതല്ലെങ്കിൽ വൊക്കേഷണൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്താണ് അല്ലെങ്കിൽ ITIയിൽ അഡ്മിഷൻ എടുത്തവരായിരിക്കണം. ഇവിടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻസിൻ്റെ വാർഷിക വരുമാനം 4,50,000 കവിയരുതെന്ന് പറയുന്നുണ്ട്. ദെൻ ഡ്യൂറേഷൻ വരുന്നത് സ്കോളർഷിപ്പ് ഷാൽ ബി പ്രൊവൈഡ് ഫോർ ദി എൻറ്റയർ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എക്സ്ക്ലൂഡിംഗ് ദി ഇൻറ്റേൺഷിപ്പ് ഓർ സ്റ്റൈഫൻഡ്. അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് സ്റ്റൈഫൻഡോ അതുപോലെ തന്നെ എന്താണ് ഇൻറ്റേൺഷിപ്പോ സ്കീം കാലയളവിൽ മാത്രമേ എന്താണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കാതിരിക്കുകയുള്ളൂ. അതല്ലാത്ത എൻറ്റയർ ഡ്യൂറേഷൻ, അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ എൻറ്റയർ ഡ്യൂറേഷനിൽ നമുക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്ന പറയുന്നുണ്ട്. ഇനി ആ ഒരു ഗേൾസ് സ്കോളർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് 2 വർഷത്തേക്കാണ് ലഭിക്കുക. ഇനി എമൗണ്ട് വരുന്നത് 40,000 പെർ ആനം വിൽ ബി അവാർഡ് ടു ദി സെലക്ടഡ് സ്കോളേഴ്സ് പേഴ്സിംഗ്. അപ്പോൾ എന്താണ് MBBS, BAMS, BHMS, BDS പഠിക്കുന്നവർക്ക് എന്താണ് വാർഷികമായി അതായത് 40,000 രൂപ ആണ് ലഭിക്കുന്നത് സ്കോളർഷിപ്പായിട്ട്. അപ്പോൾ അത് ഓരോ വർഷം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലഭിക്കുക. ദെൻ 30,000 അപ്പോൾ BE, അപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് BE, BTech, BArc പഠിക്കുന്നവർക്ക് 30,000 രൂപയാണ്. അതും 2 ഇൻസ്റ്റാൾമെൻ്റ് ആണ് 15,000 രൂപ വെച്ചിട്ടാണ് ലഭിക്കുക. അതുപോലെ തന്നെ എന്താണ് അപ്പോൾ MBBS, BTech അത് അല്ലാത്ത കോഴ്സുകൾ ഇപ്പോൾ
മറ്റേതെങ്കിലും ഡിസിപ്ലിനിൽ ഡിഗ്രി, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ITIയിലൊക്കെ പഠിക്കുന്നവർക്ക് 20,000 രൂപയാണ് വാർഷികമായിട്ട് ലഭിക്കുന്നത്. അതും 10,000 രൂപ വെച്ചിട്ട് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലഭിക്കുന്നത്. ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഗേൾ ചൈൽഡിന് 15,000 രൂപയാണ് പെർ ആനം ലഭിക്കുന്നത്. ഇതും 2 ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ 7,500 രൂപ വീതം 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ലഭിക്കുക. അപ്പോൾ ഇതെന്താണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റഡീസിന് ഈ ഒരു സ്കോളർഷിപ്പ് അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ ഒരു 60% മാർക്കാണ് പറയുന്നത്. പിന്നെ പാരൻസിൻ്റെ വരുമാനം പറയുന്നത് 0 to 2.5 lakhs ആണ് വരുന്നത്. ഇപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ സഫീഷ്യൻ്റ് ഇല്ലാന്നുണ്ടെങ്കിലാണ് ആ ഒരു 2.5 മുതൽ 4.5 വരെ പറയുന്നു ഉള്ളവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ അതിനകത്ത് ഫൈനൽ സെലക്ഷൻ വരുന്നത് എങ്ങനെയായിരിക്കും, മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ 12th അല്ലെങ്കിൽ 10th മാർക്ക് ബേസിസിലായിരിക്കും. ഇനിയിപ്പോൾ 2 പേർക്ക് ഒരേ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഇൻകമുള്ളതായിരിക്കും പ്രിഫർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ ഒരു 2 ക്രൈറ്റീരിയയും ടൈ വരികയാണെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ആൻഡ് ഇൻകം സെലക്ഷൻ വിൽ ബി ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദി ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് റിപ്പോർട്ട് ബൈ ദി ഒഫീഷ്യൽസ് ഓഫ് LIC. ഈ 2 കേസിലും ടൈ ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അസസ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കും സെലക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ വേറെ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പിൽ നിന്ന് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അപ്പോൾ മറ്റേതെങ്കിലും ട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തത്. ഇപ്പോൾ ടൈ വരികയാണെന്നുണ്ടെങ്കിൽ വേറെ സ്കോളർഷിപ്പുകൾ വാങ്ങാത്ത ആളുകളെ പ്രിഫർ ചെയ്യും. ദെൻ കാൻഡിഡേറ്റ് ഹു ആർ ലാറ്ററൽ എൻട്രി ഇൻ സെക്കൻഡ് ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സ് ഓർ ടേക്ക് റെഗുലർ അഡ്മിഷൻ ഫസ്റ്റ് ഇയർ. ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗ് കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു അക്കാദമി, അതായത് നിങ്ങളുടെ കോഴ്സ് ചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഡ്യൂറേഷന് മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതല്ല ഇനി ഷോർട്ടർ ഡ്യൂറേഷനുള്ള കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫോർ ദി ആ ഒരു ഷോർട്ടർ പ്രോഗ്രാമിന് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ പാർട്ട് ടൈം കോഴ്സ്, അതുപോലെ തന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവർക്ക് ഈ ഒരു സ്കോളർഷിപ്പിന് അർഹതയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റഡി കോഴ്സ് CA, FCS, ICMAI നോട്ട് എലിജിബിൾ. അപ്പോൾ ഈ ഒരു CA, CS എന്ന് പഠിക്കുന്നവർക്ക് എലിജിബിലിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ ഇൻസഫീഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10th കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സ് ചൂസ് ചെയ്തവരെ അതിനകത്തേക്ക് പരിഗണിക്കുന്നു പറയുന്നുണ്ട്. സ്കോളർഷിപ്പിൻ്റെ കാലാവധി 2 വർഷമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ എൻട്രൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ CGP അല്ലെങ്കിൽ SGP ഒക്കെ 55% നിലനിർത്തണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്കോളർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ സെമസ്റ്ററിലും നിങ്ങൾ എല്ലാ സബ്ജക്ട്സും പാസ്സാവണമെന്ന് പറയുന്നുണ്ട്. ഇനി ഇപ്പോൾ ആർട്സ്, അതല്ല സയൻസ്, കൊമേഴ്സ്, മറ്റ് ജനറൽ ഗ്രാജുവേഷൻ കോഴ്സസിന് ചേർന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ 50% ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, സെക്യൂർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇനി സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫോർ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ 50% സ്കോർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോത്ത് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു റിലാക്സേഷൻ ലഭിക്കും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ മെയിലും ഫീമെയിലും അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടൈ വരികയാണെന്നുണ്ടെങ്കിൽ ഫീമെയിലിനെ പരിഗണിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർലി അറ്റൻഡൻസ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ. ദെൻ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ഫോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് തുക അവർ റിക്കവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ഡിവിഷണൽ ഓഫീസേഴ്സ് 100 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുക, അവർക്കാണ് സ്കോളർഷിപ്പ് കൊടുക്കുക. അതിനകത്ത് 80 സ്റ്റുഡൻസ് വിൽ ബി അവാർഡ് ജനറൽ സ്കോളർഷിപ്പ് ആൻഡ്
എന്താണ് 80 പേർക്ക് ജനറൽ സ്കോളർഷിപ്പ് ലഭിക്കും. അതിൽ 40 ബോയ്സ് 40 ഗേൾസ്. ഇനിയിപ്പോൾ ബോയ്സിൻ്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഗേൾസിനെ പരിഗണിക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് റിമൈനിങ് 20 സ്കോളർഷിപ്പിൽ അവാർഡ് ഫോർ ദി സ്പെഷ്യൽ ഗേൾസ് എന്താണ് ബാക്കി 20 സ്കോളർഷിപ്പ് എന്താണ് സ്പെഷ്യൽ സ്കോളർഷിപ്പായിട്ട് ഗേൾ ചൈൽഡിന് കൊടുക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സ്കോളർഷിപ്പിൻ്റെ സെലക്ഷനിൽ ഇമെയിൽ മുഖാന്തരം നിങ്ങൾ അറിയിക്കുന്നു പറയുന്നുണ്ട്. സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്പോൾ LIC India.in എന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ 22/9/2025 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ LIC ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്കീമിൻ്റെ PDF അതുപോലെ തന്നെ എന്താണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതുപോലെ തന്നെ എലിജിബിൾ ആണെന്ന് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യുക, സ്കോളർഷിപ്പിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.